സിംഗിൾ സിലിണ്ടർ ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരക്കണം. അപ്പൊ അത് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ, ഒന്നിലധികം സിലിണ്ടർ ഉള്ള എഞ്ചിൻ ആണെങ്കിൽ അതിന് വേണ്ടി വേറെ ടെസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് മോസ് ടെസ്റ്റ്. മോസ് ടെസ്റ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് എഞ്ചിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഒരു ഐഡിയൽ ആർ പി എമ്മിൽ ഓടിക്കും, ഒരു റേറ്റഡ് ആർ പി എമ്മിലേക്ക് ഓടിക്കും. ആ ആർ പി എം നമ്മൾ നോട്ട് ചെയ്യും, ഒരു പേപ്പറിൽ നോട്ട് ചെയ്യും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും, ഒരു സിലിണ്ടർ നമ്മൾ കട്ട് ചെയ്യും. എങ്ങനെ കട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, സ്പാർക്ക് ഇഗ്നീഷൻ ആണെങ്കിൽ ആ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഓഫ് ചെയ്യും. അതല്ല ഫ്യൂൽ ഇഞ്ചക്ടർ ആണെങ്കിൽ ആ ഇഞ്ചക്ടർ കണക്ഷൻ കട്ട് ചെയ്യും. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ എഞ്ചിന് എന്ത് സംഭവിക്കും? എഞ്ചിന് 4 സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്, അതിൽ ഒരു സിലിണ്ടർ കട്ട് ചെയ്ത് എന്ത് പറ്റും? ഹലോ ഹലോ ഇതൊന്നും കേൾക്കല്ലടാ, വെറുതെ പറയണോ? 4 സിലിണ്ടറുള്ള സിലിണ്ടറിൽ ഒരു എഞ്ചിൻ നമ്മൾ ഓഫ് ചെയ്യാണ്, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ആ വീഡിയോ ഒന്ന് ഓണാക്കി. ഇത് ആൾക്കാരുണ്ടോന്ന് അറിയട്ടെ, നമ്മൾ വെറുതെ ഈ എയറിൽ പറയേണ്ട കാര്യമുണ്ടോ? വീഡിയോ ഒന്ന് ഓണാക്കിയ. സുദീപ് പോൾ, വിഷ്ണു യു, മുഹമ്മദ് ഷഫീഖ്, അഭിജിത് റിയാദ്. കസിന്റെ പേര് ഇവിടെ പറഞ്ഞു. എന്ത് പറ്റൂടാ ഗോകുൽ രാജീവ്? 4 സിലിണ്ടർ ഉള്ള ഒരു എഞ്ചിൻ, ഞാൻ അതിലൊരു സിലിണ്ടർ കട്ട് ചെയ്ത് എന്ത് സംഭവിക്കും അവിടെ? അറിയില്ല സാർ. നീ ഒരു കാർ ഓടിച്ചോണ്ടിരിക്കുകയാണ്, എന്റെ കാറിന്റെ ഒരു സിലിണ്ടറിൽ സ്പാർക്ക് പ്ലഗ് കേടായി, എന്ത് സംഭവിക്കും അവിടെ? എഞ്ചിൻ ഓഫ് ആയി പോവില്ലേ? അല്ലെങ്കിൽ ബാക്കി 3 സിലിണ്ടർ വർക്ക് ചെയ്യണല്ലേ? പവർ കുറയും. പവർ കുറയും അല്ലെ? പവർ കുറയും. അപ്പൊ നീ ആ പവർ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കും. ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കുമ്പോ എന്താ സംഭവിക്കുക? അതിന്റെ ആർ പി എം പിന്നെയും കയറും അല്ലെ? ആർ പി എം പിന്നെയും കയറിയിട്ടാണ് പവർ കോമ്പൻസേറ്റ് ചെയ്യുക. അപ്പൊ ഈ ടെസ്റ്റിൽ അത് തന്നെ നമ്മൾ ചെയ്യുക. അതായത് ടെസ്റ്റ് 4 സിലിണ്ടർ ഉള്ള ഒരു എഞ്ചിൻ, അത് ആദ്യം ഒരു ആർ പി എമ്മിൽ ഓടിക്കുമ്പോഴത്തേനും ഒരു സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആർ പി എം അവിടെ കുറയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ആക്സിലേറ്ററിന് പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഫ്യൂല് കൂടുതൽ സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഈ ആർ പി എം പിന്നെ പഴയ നമ്മൾ നോട്ട് ചെയ്ത ആർ പി എമ്മിലേക്ക് പിന്നെ എത്തിക്കും. ഒരു സിലിണ്ടർ കട്ട് ചെയ്തിട്ട് പിന്നെ ആർ പി എമ്മിലേക്ക് എത്തിക്കും. അത്രയും കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള റീഡിങ്ങുകൾ നമ്മൾ നോക്കും. അവിടെ നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ, ടോട്ടൽ പവർ, ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുമ്പോഴത്തേനും ബ്രേക്ക് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവർ ആണ്. മനസ്സിലായോ? നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഡിക്കേറ്റഡ് പവർ ഉണ്ടല്ലോ, എഞ്ചിന്റെ സിലിണ്ടറിനുള്ളിൽ ഉണ്ടാക്കുന്ന ഇൻഡിക്കേറ്റഡ് പവർ കുറച്ച് ഭാഗം നമ്മൾ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്ത് ബ്രേക്ക് പവർ ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ? ബാക്കിയുള്ള ഭാഗം ഫ്രിക്ഷണൽ പവർ ആയിട്ട് ലോസ് ആവും. പിസ്റ്റൺ ഓടുമ്പോ അതിന് ഒരച്ചിലും തേയ്മാനമൊക്കെ ഉണ്ടാവില്ലേ ഗിയർ ബോക്സിലൊക്കെ? അപ്പൊ ഇൻഡിക്കേറ്റഡ് പവറിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രേക്ക് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവർ ആണ്. അത് കുഴപ്പമില്ലല്ലോ, മനസ്സിലായല്ലോ? ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ. അപ്പൊ ഇൻഡിക്കേറ്റഡ് പവറിന് നമ്മൾ ഓരോ സിലിണ്ടർ, ഇവിടെ 4 സിലിണ്ടറാണ് സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ സിലിണ്ടറിന്റെ ഇൻഡിക്കേറ്റഡ് പവർ I1, I2, I3, I4 എന്ന് എഴുതും. അതിന്റെ ഫ്രിക്ഷണൽ പവർ F1, F2, F3, F4 അങ്ങനെ എഴുതാലോ, കുഴപ്പമില്ലല്ലോ. ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു ബ്രേക്ക് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവർ എന്ന് എഴുതാം. അപ്പൊ ബ്രേക്ക് പവർ ഈസ് ഈക്വൽ ടു ഇൻഡിക്കേറ്റഡ് പവർ, ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ടോട്ടൽ ഫ്രിക്ഷണൽ പവർ അങ്ങനെ എഴുതാലോ. I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 മൈനസ് F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 ഈസ് ഈക്വൽ ടു B, ടോട്ടൽ ബ്രേക്ക് പവർ. അങ്ങനെ എഴുതാലോ. ഒരു സിലിണ്ടർ എഴുതാലോ, ഒരു സിലിണ്ടറിന് ഇൻഡിക്കേറ്റർ പവർ, ആ സിലിണ്ടറിന്റെ ഫ്രിക്ഷണൽ പവർ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബ്രേക്ക് പവർ കിട്ടും. അങ്ങനെ എഴുതാലോ. ടോട്ടൽ ബ്രേക്ക് പവർ നമ്മൾ B എന്ന് എഴുതും.
ഓക്കെ. ഇനി നമ്മള് ഫോർമുല ഒന്നും കൂടി മോഡിഫൈ ചെയ്യാണ്. കണ്ടില്ലേ? B1, അതായത് പുതിയ ബ്രേക്ക് പവർ നമ്മൾക്ക് വന്നു. എങ്ങനെയാ? ഇൻഡിക്കേറ്റർ പവർ ഒരെണ്ണം കട്ട് ചെയ്ത് അല്ലെ, ഒരു സിലിണ്ടർ കട്ട് ചെയ്യില്ലേ, അതുകൊണ്ട് അത് നമ്മൾ 0 ആയിട്ട് എഴുതും അല്ലേ. അപ്പൊ ഫ്രിക്ഷണൽ പവറിന് അവിടെ വല്ല മാറ്റം വരുമോ? കട്ട് ചെയ്ത സിലിണ്ടറിൽ ഫ്രിക്ഷണൽ പവർ അതുപോലെ തന്നെ ഉണ്ടാവില്ലേ? ഫ്രിക്ഷൻ അവിടെ നടക്കണല്ലേ? ഹലോ, ഇല്ലേ? സിലിണ്ടറിൽ ഫ്രിക്ഷന് മാറ്റമൊന്നുമില്ലല്ലോ. സിലിണ്ടർ അത് തന്നെ അതുപോലെ തന്നെ. മറ്റേ സിലിണ്ടർ ഓർഡർ അനുസരിച്ച് ഇത് ഓർഡറല്ലേ? ഹലോ, അപ്പൊ ടോട്ടൽ ബ്രേക്ക് പവർ ഏതാ? ഹലോ, ഫ്രിക്ഷന് മാറ്റം ഉണ്ടാവില്ല. ഫ്രിക്ഷന് മാറ്റം ഉണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാ നീ. നമ്മൾ 4 സിലിണ്ടറും ഒരു കോമൺ ക്രാങ്കിലേക്കല്ലേ കണക്ട് ചെയ്തേക്കണം. അത് കറങ്ങുമ്പോഴത്തേക്കും മറ്റേ സിലിണ്ടറും അവിടെ ഓർഡർ ഉണ്ട്. ഓർഡർ ഉണ്ട്. നമ്മൾ കട്ട് ചെയ്ത സിലിണ്ടറിൽ ഈ പവർ ഒന്നും ഉണ്ടാക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഫ്രിക്ഷണൽ പവർ അതുപോലെ തന്നെ നിൽക്കണം. ഈ സാധനം മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കല്ലേ. ഇൻഡിക്കേറ്റർ പവർ മാത്രം അതിന്റെ 0 പോകും. അതുകൊണ്ടാണ് പുതിയ ബ്രേക്ക് പവർ B1 നമ്മൾ എഴുതുക. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഡൗട്ട് മാറിയാ? ഇനി ഇക്വേഷൻ 1ഉം 1 - 2 നമ്മൾ വെറുതെ എഴുതാണ്. അപ്പൊ B - B1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B - B1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? B - B1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B - B1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടൂടാ? അപ്പൊ ചെയ്ത് നോക്ക്. കഴിയുമ്പോ നമുക്ക് I1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിട്ടും. ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് ഫസ്റ്റ് സിലിണ്ടർ കിട്ടും. ഓക്കെ, കിട്ടൂലേ? ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് ഫസ്റ്റ് സിലിണ്ടർ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതേ ഫോർമുല തന്നെ B - B2 എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് സെക്കൻഡ് സിലിണ്ടർ കട്ട് ചെയ്യും. സെക്കൻഡ് സിലിണ്ടർ കട്ട് ചെയ്യുമ്പോഴത്തേനും എന്താ വെച്ചാൽ I2 0 പോകും. അപ്പൊ B - B2 എന്ന് പറയുമ്പോഴത്തേനും I2 നമുക്ക് കിട്ടും. കിട്ടൂലേ? ചെയ്ത് നോക്കുമ്പോ കിട്ടും. അതേപോലെ B - B3. ഞാൻ 10ാം ക്ലാസ്സിൽ അക്കൗണ്ട് ICC ഒരു കാര്യത്തിന് വേണ്ടി പിന്നെ അക്കൗണ്ട് ഒരു ആക്റ്റീവ് വീട്ടിലല്ലെങ്കിൽ നാളെ കൊണ്ടോ അപ്പന്റെ മതിയുടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഞാനപ്പോ എന്റെ എടുക്കുന്ന പറഞ്ഞപ്പോ എന്റെ 10ാം ക്ലാസ് എടുത്തെടുക്കുന്നത് 10ാം ക്ലാസ്സിൽ ഇത് നീ പിന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവും. ഇതൊരു ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതാ പറഞ്ഞ ഞാൻ പോയിട്ടുണ്ടാവും. ക്യാൻസൽ ചെയ്യില്ലേ? ഫ്രീ ചെയ്തെല്ലാം വെച്ചേക്കണേ. നാളെ പണ്ടോണ്ടെന്നാ ഞാൻ ഇത് ചെയ്തപ്പോ വിളിച്ചാൽ. അപ്പൊ B - B4 അപ്പൊ I4 കിട്ടും. അപ്പൊ അങ്ങനെ ഓരോ ഇൻഡിക്കേറ്റഡ് പവറും കിട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ 4 കൂടി കൂട്ടും. I1 + I2 + I3 + I4 എന്ന് പറയുമ്പോഴത്തേനും ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും. അല്ലേ? മനസ്സിലായ? മോസ്റ്റ് ടെസ്റ്റ് എന്താന്ന് മനസ്സിലായ? ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം എഞ്ചിൻ ഒരു പർട്ടിക്കുലർ RPM ഓടിക്കും. അപ്പൊ 4 സിലിണ്ടറോ 5 സിലിണ്ടറോ ഉണ്ടായിക്കോട്ടെ, 4 സിലിണ്ടർ തൽക്കാലം വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ RPM ഓടിച്ചു കഴിയുമ്പോഴത്തേനും ഒരു സിലിണ്ടറിന്റെ നമ്മൾ ഇഞ്ചക്ടറോ അല്ലെങ്കിൽ ഫ്യൂവൽ സ്പാർക്കിളൊക്കെ ആണെങ്കിൽ സ്പാർക്കിൾ ഒരു സിലിണ്ടറിന്റെ കട്ട് ചെയ്യും. ബാക്കി 3 സിലിണ്ടർ ഓടും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ RPM നമ്മൾ പിന്നെ ആക്സിലറേറ്റർ കൊടുത്തിട്ട് കുറച്ചുകൂടി കുറച്ചുകൂടി അല്ല, പഴയ RPM-ലേക്ക് എത്തിക്കും. ആ സെറ്റപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ ബ്രേക്ക് പവർ മെഷർ ചെയ്യും. ബ്രേക്ക് പവർ മെഷർ ചെയ്യാനായിട്ടുള്ള മെത്തേഡ് നമ്മൾ ഇന്നലെ പഠിച്ചാണ് അല്ലെ? ഡൈനാമോമീറ്റർ എന്ന് പറഞ്ഞൊരു കാര്യം പഠിപ്പിച്ചായിരുന്നു. അതിന്റെ ഫോർമുല വെച്ച് ബ്രേക്ക് പവർ നമ്മൾ അതിന്റെ കണ്ടുപിടിക്കും. ടോട്ടൽ ബ്രേക്ക് പവർ B എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേനും ബ്രേക്ക് പവറിന്റെ ഫോർമുല ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ടോട്ടൽ ഫ്രിക്ഷണൽ പവർ. അങ്ങനെ ഒരു ഫോർമുല ആദ്യം എഴുതും. അത് കഴിയുമ്പോഴത്തേനും ഒരു സിലിണ്ടർ കട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പുതിയ ബ്രേക്ക് പവർ B1 എന്ന് പറഞ്ഞു വരും. B1
ഇസിക്കൽ ടു I2 പ്ലസ് I3 പ്ലസ് I4 മൈനസ് ഫ്രിക്ഷണൽ പവർ എന്ന് വരും. അപ്പൊ ഈ B മൈനസ് B1 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് ഇൻഡിക്കേറ്റഡ് പവർ ആയിരിക്കും I1. ഓക്കെ. അതേപോലെ B മൈനസ് B2 സെക്കൻഡ് സിലിണ്ടർ ആയിട്ട് ചെയ്യുമ്പോൾ B മൈനസ് B2 ആവും, അപ്പൊ I2 കിട്ടും. തേർഡ് സിലിണ്ടർ ആയിട്ട് ചെയ്യുമ്പോൾ B മൈനസ് B3 ആവും, I3 കിട്ടും. ഫോർത്ത് സിലിണ്ടർ ആയിട്ട് ചെയ്യുമ്പോൾ B മൈനസ് B4 ആവും, ഫോർത്ത് സിലിണ്ടർ കിട്ടും. ഓക്കെ. ഈ 4 ഇൻഡിക്കേറ്റഡ് പവറോട് കൂട്ടുമ്പോഴത്തേനും ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും. ഇതിനെ മോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല, ശരിക്കും എക്സ്പെരിമെന്റ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇവിടെ ഈ മെത്തേഡ് തന്നെ നമുക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ ഉപയോഗിക്കാൻ പറ്റില്ലേ? ഹലോ, ഈ മോസ്റ്റ് ടെസ്റ്റ് നമുക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിന്റെ ഇൻഡിക്കേറ്റഡ് പവർ കാണാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഹലോ ഹലോ പറ്റില്ലേ? പറ്റും. ഹലോ പറ്റൂലേ? ഈ ടെസ്റ്റ് ഇതിൽ പറ്റുമെങ്കിൽ അതിലും പറ്റണ്ടല്ലേ? പറ്റണ്ടല്ലേ? അതെ സാർ. ആരാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്? ആരാടാ അദ്ദേഹം എന്ന് പറഞ്ഞത്? ഹലോ, ആളില്ലേ? നാദല്ലേ? നവീൻ ബാബുണോ? നവീൻ ബാബുണോ? അതെ സാർ. ഇത് സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ പറ്റുമോ? ഹലോ, സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ പറ്റുമോ? ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഓരോ സിലിണ്ടറും കട്ട് ചെയ്യല്ലേ? അല്ലേ? അപ്പൊ സിംഗിൾ സിലിണ്ടർ കഴിഞ്ഞാൽ സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ല പവറും അതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ മോസ്റ്റ് ടെസ്റ്റ് പറ്റൂല. പറ്റൂലെന്നതിന് കാരണം ഇത്രേ ഉള്ളൂ. മോസ്റ്റ് ടെസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് ഓരോ സിലിണ്ടർ കട്ട് ചെയ്യാണ്. അപ്പൊ സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ നടക്കൂല. ഇത് മിക്ക സ്ഥലത്തും ചോദിക്കണ ഒരു ചോദ്യം, ഇന്റർവ്യൂവിന് പോയാലും ചോദിക്കും. അപ്പൊ നമ്മള് ഇൻഡിക്കേറ്റഡ് പവറും ബ്രേക്ക് പവറും കണ്ടുപിടിക്കുന്ന മെത്തേഡുകള് കണ്ടുപിടിച്ചെന്നല്ല, പഠിച്ച് കേട്ട് അങ്ങനെ പറയണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചു എന്ന് പറയാറായിട്ടില്ല. ഇനി എഫിഷ്യൻസീസ് നമ്മളിപ്പോ കണ്ടുപിടിച്ച ഇൻഡിക്കേറ്റഡ് പവറും ബ്രേക്ക് പവറും ആണ് അല്ലേ? ഇൻഡിക്കേറ്റഡ് പവറും ബ്രേക്ക് പവറും ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ഇനി നമ്മളെ എഫിഷ്യൻസീസ്, ഡിഫറെന്റ് എഫിഷ്യൻസീസ് എന്തൊക്കെയാണ്? ഇത് കുറച്ച് ഫോർമുലകളാണ്. അപ്പൊ ആ ഫോർമുലകൾ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓരോ എഫിഷ്യൻസിയുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേനും ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ, ആ എഞ്ചിന്റെ ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുമ്പോഴത്തേനും മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയും. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഷാഫ്റ്റിൽ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട്, തെർമൽ എഫിഷ്യൻസി എന്നാണ് പറയണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹീറ്റ് വെച്ചിട്ടുള്ളതായിരിക്കും. തെർമലും മെക്കാനിക്കലും നമ്മൾ വ്യത്യാസം അതാണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി ആണെങ്കിൽ BP ബൈ IP, തെർമൽ ആണെങ്കിൽ ഹീറ്റ് വെച്ചുള്ള ഒരു മെഷർമെന്റ് ആയിരിക്കും. അത്ര ഓർത്താൽ മതി. പിന്നെ ഫ്രിക്ഷണൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ബ്രേക്ക് പവർ. ഇനി ഓവറോൾ എഫിഷ്യൻസി, അത് കറണ്ടില്ല വേണ്ടി ആണെങ്കിലും തീരും. അരച്ച് കണ്ടിട്ട്
അടുത്തത് ഇവിടെ ഓവറോൾ എഫിഷ്യൻസി എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫോർമുല ഇതാണ്: BP ഇൻറ്റു 3600 ഡിവൈഡ് ബൈ MFC. MF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ഫ്യൂവൽ ഇൻറ്റു കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ. അടുത്തത് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. അവിടെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP ഇൻറ്റു 3600 ഡിവൈഡ് ബൈ MFC. ഇനി സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ, അതായത് ഒരു യൂണിറ്റ് ഇൻഡിക്കേറ്റഡ് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് എത്ര ഫ്യൂവൽ കൺസ്യൂം ചെയ്ത്, അതാണ് സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ. അതായത് മാസ് ഓഫ് ഫ്യൂവൽ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി BP ഇൻറ്റു 3600 ഡിവൈഡ് ബൈ MFC. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ 1 ബൈ കംപ്രഷൻ റേഷ്യോ റേസ് ടു ഗാമ -1. ഡീസൽ ആകുമ്പോഴത്തേനും അതിൽ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റിയും കൂടി വരും. ഈ പ്രോബ്ലംസ് കുറച്ച് വലിയ പ്രോബ്ലംസ് ആ, വായിച്ചു നോക്കാനുള്ള ഒരു ക്ഷമ വേണം. പ്രോബ്ലം നമ്പർ 27.5 ഇതൊന്ന് എഴുതിയെടുത്തോ, 2 പ്രോബ്ലം. A gas engine has piston diameter 150 millimeter, length of stroke 400 millimeter, and MEP എന്ന് പറയുമ്പോൾ mean effective pressure 5.5 bar. The engine make 120 explosion per minute. Determine the mechanical efficiency of the engine. If BP is equal to 5 kilowatt. എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി? ഹലോ, എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി? എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്താ സാർ? ഒന്ന് പ്രസന്റ് ചെയ്തതൊന്നും കാണുന്നില്ലല്ലോ. എടാ, ഞാൻ ഇതുവരെയും പ്രസന്റ് ചെയ്തില്ലേ? ഇത് മുഴുവൻ പറയണം. അപ്പൊ നിങ്ങളിത് ഇവിടെ ഒന്നും ഇല്ലല്ലോ ആൾക്കാര്. ഇത് ഓണാക്കിയിട്ട് പോയേക്കണാണല്ല. ഇതാരാ ചോദിച്ചത്? ഞാനാണ് ചോദിച്ചത്. ഇതൊന്നും കാണാണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം ഞാനിത് പറഞ്ഞത്. അതൊന്നും പറയണ്ടേ, പ്രസന്റ് ചെയ്യണമെന്ന് പറയണ്ടേ? ഇപ്പൊ കാണണ്ട. എന്തൊരു പൊട്ടന്മാരെ, ഞാനാണോ പൊട്ടൻ നിങ്ങളാണോ പൊട്ടൻ? എന്ത് വെറുതെ ഞാൻ ഇത്ര സമയം പറഞ്ഞത് പ്രസന്റ് ചെയ്യണമെന്ന് പറയാൻ പാടില്ലേ? ആകെ 5 പേരുണ്ടാവുള്ളൂ, അത് മതി. എന്നാലും അവർക്കെങ്കിലും ഒന്നും പറയാൻ പാടില്ലേ? അറ്റൻഡൻസിന് വേണ്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഞാൻ അറ്റൻഡൻസ് ഒന്നും നോക്കണില്ല. നിങ്ങളെ സമയവും കളയണ്ട, ഡേറ്റയും കളയണ്ട. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ, അല്ലാണ്ട് വെറുതെ സമയം കളയാറില്ല. അറിയില്ലെന്ന് തന്നെ പറയും. മോസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മൾട്ടി സിലിണ്ടർ എഞ്ചിന്റെ ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. എഞ്ചിൻ ഇൻഡിക്കേറ്റർ പോലെ നമുക്ക് വലിയ കോംപ്ലക്സ് സെറ്റപ്പ് ഒന്നും വേണ്ട. നമുക്ക് മോസ്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിനും ഒരു ബ്രേക്ക് ഡൈനാമോമീറ്ററും മാത്രം മതി. അതിനാദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് എഞ്ചിൻ ഒരു പർട്ടിക്കുലർ RPM റൺ ചെയ്യും. എന്നിട്ട് ഡൈനാമോമീറ്റർ വെച്ചിട്ട് അതിന്റെ ബ്രേക്ക് പവർ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ടോട്ടൽ ബ്രേക്ക് പവർ കിട്ടും. B എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അപ്പൊ B is equal to I1, ഒന്നാമത്തെ സിലിണ്ടറിന്റെ ഇൻഡിക്കേറ്റർ പവർ പ്ലസ് രണ്ടാമത്തെ സിലിണ്ടറിന്റെ ഇൻഡിക്കേറ്റർ പവർ. ഈ 1 എഴുതിയേക്കണ ഫോർമുല ഉണ്ടോ? മൂന്നാമത്തെ സിലിണ്ടറിന്റെ ഇൻഡിക്കേറ്റർ പവർ, നാലാമത്തെ സിലിണ്ടർ ഇൻഡിക്കേറ്റർ മൈനസ് ഫ്രിക്ഷണൽ പവർ. ഓരോ സിലിണ്ടറിന്റെ ഫ്രിക്ഷണൽ പവർ, അതാണ് ടോട്ടൽ ബ്രേക്ക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഡൈനാമീറ്റർ വെച്ച് കിട്ടും. ഈ പണി കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു സിലിണ്ടർ അങ്ങോട്ട് കട്ട് ചെയ്യും, സിലിണ്ടർ അങ്ങോട്ട് ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇൻഡിക്കേറ്റർ പവർ 0. പക്ഷെ അതിന് ഫ്രിക്ഷണൽ പവറിനൊന്നും കുറവൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ നിൽക്കും. അതിനെ നമ്മൾ B1 എന്ന് പറയും. വെറുതെ ഒരു ക്വാണ്ടിറ്റി എഴുതും, പുതിയ B1. അപ്പൊ ഈ B മൈനസ് B1 എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ഒന്നാമത്തെ സിലിണ്ടറിന്റെ ഇൻഡിക്കേറ്റർ പവർ കിട്ടും. ഈ ബിയും
ഈ B1 നമുക്ക് ഓരോ സമയത്തും അതിന്റെ ഡൈനാമോമീറ്റർ, ബ്രേക്ക് ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ഡൈനാമോമീറ്റർ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും പ്രാക്ടിക്കലായിട്ട്. അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇൻഡിക്കേറ്റർ പവർ ഓഫ് ദി ഫസ്റ്റ് സിലിണ്ടർ കിട്ടും. അതേപോലെ രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്താൽ B-B2 ആവും, അതിന് നമ്മൾ I2 എന്ന് പറയും. മൂന്നാമത്തെ B-B3 ആവും, I3 എന്ന് പറയും. നാലാമത്തെ B-B4 ആവുമ്പോൾ I4 ആവും. അപ്പൊ ഓരോ സിലിണ്ടറിന്റെ ഇൻഡിക്കേറ്റർ പവർ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻഡിക്കേറ്റർ പവർ കിട്ടും. ഇതാണ് മോസ് ടെസ്റ്റ്. അതായത് എഞ്ചിൻ നമ്മൾ ഒരു പർട്ടിക്കുലർ RPM ഓടിക്കും, ഒരു സിലിണ്ടർ കട്ട് ചെയ്യുമ്പോൾ RPM കുറയും, പിന്നെ നമ്മൾ RPM റേറ്റഡ് RPM പഴയ RPM തന്നെ കൊണ്ടുവരും. അവിടെ ഒരു ഡൈനാമോമീറ്റർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിലിണ്ടറും കട്ട് ചെയ്യാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഡൈനാമോമീറ്ററിൽ നിന്ന് കിട്ടുന്ന ബ്രേക്ക് പവർ B എന്ന് പറയുന്നത് ടോട്ടൽ ബ്രേക്ക് പവർ ആയിരിക്കും. അതിൽ നിന്ന് ഒരു സിലിണ്ടർ കട്ട് ചെയ്യുമ്പോൾ B1 എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്രേക്ക് പവർ കിട്ടും. ആ രണ്ട് ബ്രേക്ക് പവറും കൂടി മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് I1 എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ പവർ ഓഫ് ഫസ്റ്റ് സിലിണ്ടർ കിട്ടും. B-B2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് സിലിണ്ടർ, B-B3 എന്ന് പറയുമ്പോൾ ഫോർത്ത് സിലിണ്ടർ, B-B4 എന്ന് പറയുമ്പോഴത്തേനും ഫോർത്ത് സിലിണ്ടർ. മൂന്ന് സിലിണ്ടറിനെയും കൂടി സെപ്പറേറ്റ് ഇൻഡിക്കേറ്റർ പവർ കൂട്ടി കഴിയുമ്പോഴത്തേനും ടോട്ടൽ ഇൻഡിക്കേറ്റർ പവർ കിട്ടും. ഈ ടെസ്റ്റ് നമ്മൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഓരോ സിലിണ്ടറും കട്ട് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പവർ ഉണ്ടാവില്ല, ഒന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. ഇനി എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേനും ആദ്യത്തെ എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ. കിട്ടിയ ഇൻഡിക്കേറ്റഡ് പവറിൽ എത്ര ശതമാനം നമുക്ക് ബ്രേക്ക് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് അറിയാനായിട്ടുള്ളതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി, BP/IP. പിന്നെ ഉള്ളത് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഓവറോൾ എഫിഷ്യൻസി, അങ്ങനെയുള്ള ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് സാധാരണ പറയാറ്. അത് ബ്രേക്ക് പവർ ഇൻറ്റു 3600 ഡിവൈഡ് ബൈ MFC, അതായത് ടോട്ടൽ കലോറിഫിക് വാല്യൂ ഇൻറ്റു മാസ് ഓഫ് ഫ്യൂവൽ, എത്ര ഹീറ്റ് നമ്മൾ കൊടുത്തു എന്ന് അറിയാനായിട്ട്. അതാണ് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി. തെർമൽ എനർജിയുടെ എത്ര ബ്രേക്ക് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നറിയാം. ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ എനർജിയുടെ എത്ര ഭാഗം ഇൻഡിക്കേറ്റഡ് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അറിയാനായിട്ട് ഉള്ള റേഷ്യോ ഉണ്ട്. ടോട്ടൽ എനർജിക്കാണ് MFC എന്ന് പറയുന്നത്, ഡിവൈഡ് ബൈ 3600. മാസ് ഓഫ് ഫ്യൂവൽ നമുക്ക് കിലോഗ്രാം പെർ അവറിലായിരിക്കും തന്നേക്കണം, അതുകൊണ്ടാണ് 3600 തന്നിരിക്കുന്നത്. പിന്നെ സ്പെസിഫിക് ഫ്യൂവൽ കൺസെപ്ഷൻ, ഫ്യൂവൽ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ, ഇത്ര ഇൻഡിക്കേറ്റഡ് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് എത്ര ഫ്യൂവൽ യൂസ് ചെയ്തു എന്നുള്ളത്. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്, നോക്കാം. ഇനി പ്രോബ്ലം. A gas engine has a piston diameter of 150 mm, length of stroke 400, mean effective pressure 5.5 bar. Engine make 120 explosion per minute. Determine the mechanical efficiency. ഇത് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് എന്ത് വേണം? മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഫോർമുല? എന്താ മെക്കാനിക്കൽ എഫിഷ്യൻസിയുടെ? ഹലോ, BP/IP. അപ്പൊ അതിൽ നമുക്ക് IP കണ്ടുപിടിച്ചാൽ മതി. IP കണ്ടുപിടിക്കാനുള്ള ഡേറ്റ ഇവിടെ തന്നിട്ടുണ്ട്. IP കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? IP കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 100 PM LAN/60 അല്ലേ? ആർക്കറിയാം, ആണെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പൊ അത് വെച്ച് ഫോർമുല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും. ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡ് ബൈ ബ്രേക്ക് പവർ ചെയ്താൽ മതി. ചെയ്തോ?
ഉത്തരം കിട്ടിയാ? ചെയ്താ? ഹലോ ഹലോ ചെയ്തു. സാറ് IP 7.78 ആണ്. എഫിഷ്യൻസി എത്ര കിട്ടി? ഏ? 0.64. ഹലോ അപ്പൊ 64%. അത് അത് 24. എവിടെ പോയി കിടന്നു? മനസ്സിലായി. 12:30 വിട്ടിട്ട് നിങ്ങൾ, അത് എനിക്ക് മനസ്സിലാകത്തില്ല. 5 മണിക്കാൻ പോ. 12:30 വിട്ടോ? കൃത്യം 12:30 വിട്ടോ? ആ കണക്ക് മനസ്സിലാവില്ല. 2 മണി വരെ നിങ്ങൾ എവിടെ കഴിഞ്ഞ് പിടിക്കാൻ പോകും? ക്ലാസ് ഉണ്ടാവില്ല ഇംഗ്ലീഷ് അറിഞ്ഞില്ല. അപ്പൊ അതിന് കെമിസ്ട്രി കഴിഞ്ഞിട്ട് പോയല്ലോ. കെമിസ്ട്രി ടീച്ചർ പറഞ്ഞിട്ട് പോയല്ലോ 1:30. സാറേ ഞാൻ അവിടെ
നിന്റെ പേരെന്താണ്? വലിയ. നീ അസോസിയേഷൻ ഫണ്ട് തന്ന? അസോസിയേഷൻ ഫണ്ട് തന്ന? 50 പേരാണ്. അല്ല 900 വലിയ നീ തന്നുണ്ട്. നീ ആവർത്തിക്കൂലെന്ന് നീ പറയണ്ട. നീ ആവർത്തിക്കില്ലെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. സാറ് വീട്ടിൽ നിന്ന് ഫുഡുണ്ടോന്നുള്ള അത് എന്തായാലും ആയിക്കോട്ടെ. ആ വഴിക്ക് നീ പോകണ്ട. ശരി കയറണ്ട കയറും. അടുത്ത പ്രോബ്ലം ഇത് ചെയ്തു. പ്രോബ്ലം നമ്പർ 27. During a testing of a single cylinder oil engine working on a 4-stroke cycle and fitted with a rock brake dynamometer, readings are taken. Effective diameter of the wheel 630 millimeter. Dead load on the brake 200 mm. Spring balance 30. Speed 450 rpm. Area of indicator diagram 420 millimeter square. Length of indicator diagram 60 mm. Spring scale 1.1 bar per millimeter. Diameter of the cylinder 100 mm. Stroke 150. Quantity of oil used 0.85 kg per hour. Calorific value 4 to 1000 kilojoule per kilogram. K is equal to 1. അല്ല K is equal to 1 അല്ല, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് നമ്മൾക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ബി പി ഐ പി മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇത് ഞാൻ എഴുതിയേക്കണുണ്ടോ? ഞാൻ പിന്നെ മാറ്റി എഴുതിയത്. ഇത്രയും ഭാഗം ക്വസ്റ്റ്യനിലില്ല, ഞാൻ എഴുതിയതാ. ഫൈൻഡ് ബി പി ഐ പി മെക്കാനിക്കൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? നമുക്ക് രണ്ട് പവർ കണ്ടുപിടിക്കണം, ബ്രേക്ക് പവറും ഇൻഡിക്കേറ്റഡ് പവറും. അപ്പൊ അത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ഫോർമുലകൾ നമുക്കറിയാം. ബ്രേക്ക് പവർ കണ്ടുപിടിക്കാനായിട്ട് W - S × 2πn/60 അല്ല πdn/60 അല്ലെ. ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴുള്ള ഫോർമുല 100 pm/LAN/60. ആ രണ്ട് ഫോർമുലയും കൂടി വെച്ചിട്ട് ബ്രേക്ക് പവറും ഇൻഡിക്കേറ്റഡ് പവറും കണ്ടുപിടിക്കണം. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഈ പറഞ്ഞ ഫോർമുല അനുസരിച്ച് ബ്രേക്ക് പവർ നമ്മൾക്ക് വാട്ടിലാണോ കിട്ടുക എന്ന് മനസ്സിൽ വെച്ചേക്കുക. ബ്രേക്ക് പവർ നമ്മൾ വാട്ടിലാണ് കണ്ടുപിടിക്കുന്നത്. ഇൻഡിക്കേറ്റഡ് പവർ നമ്മൾ കിലോ വാട്ടിലുമാണ് കണ്ടുപിടിക്കുന്നത്. 100 pm/LAN/60 എന്ന് പറഞ്ഞ ഫോർമുല വരുമ്പോഴത്തേക്കും കിലോ വാട്ടും. W - S πdn/60 എന്ന് പറയുന്നത് വാട്ടിലുമാണ് കിട്ടുന്നത്. അത് മനസ്സിൽ വെക്കണം. ചെയ്യാൻ പറ്റില്ല ഇത്. ഹലോ.